പാർലമെന്റിന്റെ സമ്മേളനം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് വളരെ കർശനമായ സുരക്ഷ ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഉള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ CJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ബാലു, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും തമ്മിൽ ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ CJPയുടെയും ഇടതു പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തകർ ഈ പ്രതിഷേധം നടത്തുന്നത്. അതിനിടയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി MP-മാരും ഇന്ന് പാർലമെന്റിനുള്ളിൽ വലിയ പ്രതിഷേധ സമരങ്ങളായിരുന്നു നടത്തിയിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാന് ഒഴിയാൻ വേണ്ടി കഴിയില്ല, അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷവും സമരം നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ഈ ഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതിഷേധക്കാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി ആണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടതായുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഈ സമരം ഇനി മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എങ്ങനെ ഈ സമരം സർക്കാരിന് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും, ഈ രണ്ട് ചോദ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന കാര്യം. ശരി, നിർണായകമായ കൂടിക്കാഴ്ച നടന്നതിൻ്റെ വിവരങ്ങൾ വരുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സർക്കാർ. ബാലുഗോപാൽ തുടരുന്നുണ്ട്. ബാലു, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഈ അസാധാരണമായ പ്രതിഷേധം എങ്ങനെയാണ് പാർലമെന്റിനുള്ളിൽ പ്രതിഫലിക്കുന്നത്? പാർലമെന്റിനുള്ളിലും ഈ വിഷയം ശക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. രാവിലെ പ്രതിപക്ഷ MP-മാർ പാർലമെന്റിന്റെ 2 സഭകളിലും ഈ ചോദ്യപേപ്പർ ചോർച്ച വിഷയം അടിയന്തരമായി മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ MP-മാർ ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്ന് 2 സഭകളിലെയും നടപടികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലും സമാനമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ കേന്ദ്ര സർക്കാരിന് എതിരെ ശക്തമായ ജനരോക്ഷം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് ഇന്ത്യ സഖ്യ യോഗത്തിലും തീരുമാനമായിട്ടുള്ളത്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സർക്കാരിനെതിരായ നീക്കം വളരെ ശക്തമാകുകയാണ്. സർക്കാർ ഒരു പരിധിവരെ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ എങ്ങനെ ഇത് അവസാനിപ്പിക്കാം എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ അതിൻ്റെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാവുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. പക്ഷേ ഈ തരത്തിൽ സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ സമരം താൽക്കാലികമായെങ്കിലും സർക്കാർ അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ചില ഭാഗങ്ങളിലൊക്കെ മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ സസ്പെൻഡ് ചെയ്തതായും വിവരങ്ങൾ ഉണ്ട്. നേരത്തെ CJPയുമായി JP നഡ്ഡ ചർച്ച നടത്തുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അങ്ങനൊരു ചർച്ച നടന്നിട്ടില്ല. സംഘർഷഭരിതമാണ് തലസ്ഥാനം.
ഇത്തരത്തിലൊരു സംഘർഷം പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തുന്ന ഒരു സംഘർഷം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുൻപ് നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത്തരത്തിൽ യുവാക്കളുടെ ഒരു പ്രതിഷേധം കണ്ടിട്ടുള്ളത്. ബാലു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചവരെ നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഈ തരത്തിൽ ഒരു ഒഴുകിയെത്തൽ, യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒരു ഒഴുകിയെത്തൽ പാർലമെന്റിന് സമീപത്തേക്ക് ഉണ്ടാകും എന്ന് നമ്മളൊന്നും കരുതിയതല്ല. പക്ഷേ സോനം വാങ്ചുകിനെ അവിടെ നിന്ന് ഈ നിരാഹാര സമരവേദിയിൽ നിന്ന് ബലമായി മാറ്റിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യമൊട്ടാകെ സോഷ്യൽ മീഡിയയിൽ അടക്കം കാണുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിപ്പോൾ നമ്മൾ അവിടെ കാണുന്ന വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ കൂട്ടം.